അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് വീണ്ടും യാത്ര തുടരുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയാൻ പറ്റില്ല, ജനുവരിയിലാണ് നമ്മൾ പോയിട്ട് തിരിച്ച് വന്നത്. നിറയെ പച്ചപ്പോടെ നിന്ന് മരങ്ങളും ചെടികളും ഒക്കെ കരിഞ്ഞ് വാടി ഭയങ്കര ഒരു വിഷമം തോന്നുന്ന അവസ്ഥയായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ഇത് മാത്രമല്ല, നമ്മൾ പോകുന്ന വഴി കംപ്ലീറ്റ് ഇത് തന്നെയായിരുന്നു അവസ്ഥ. പച്ചപ്പ് നിറഞ്ഞത് ഒരിടത്തും കാണാനില്ല. പല കൃഷികളും കൃഷി കൊയ്തിട്ടിട്ടേക്കണാണോ എന്താണെന്ന് അറിയില്ല, വാടി ഫുള്ളായിട്ടൊരു ഡ്രൈനെസ്. ഇതിപ്പോൾ സമ്മർ ആയിട്ടില്ല കറക്റ്റ്. ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ സമ്മറിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ എന്നോട് പറയും നമുക്കൊരു ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ പോവാമെന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴേ ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഈ സമ്മർ എന്ന് പറയുമ്പോൾ വേദയ്ക്ക് സ്കൂൾ അടയ്ക്കുമ്പോഴേ നമുക്ക് അങ്ങനെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരുന്നത് പ്രാക്ടിക്കലി അല്ല. അത്രയ്ക്ക് വേനലും ചൂടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴേ ഇവിടുത്തെ അവസ്ഥ. അങ്ങനെ കുറേ ദൂരം പോയപ്പോഴേക്കും ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലും നിർത്താമെന്ന് കരുതി. രാവിലെ 8:30 ആയപ്പോഴേക്കും നമ്മൾ കഴിച്ചു. അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, എനിക്ക് ഭയങ്കര വിശപ്പ്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇത്രയും വിശപ്പുണ്ടായിരുന്നില്ല കേട്ടോ. അത് ക്ലൈമറ്റിൻ്റെ ആണോ എന്താ, തണുപ്പൊക്കെ ഉള്ളത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. ഇതിപ്പോൾ വെറുതെ ഇരുന്നിട്ടാണോ എന്നറിയില്ല വിശപ്പ്. പക്ഷേ കഴിഞ്ഞതിനും വെറുതെ അല്ലേ ഇരുന്നത്, അപ്പോൾ ഇത്രയും വിശപ്പുണ്ടായിരുന്നില്ല. ഇപ്പോൾ പക്ഷേ അത്യാവശ്യം നല്ല വിശപ്പുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഫുൾ ദാബ. ഒരു റെസ്റ്റോറൻറ്റോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. കാരണം നമ്മൾ ഈ എല്ലാ സ്റ്റേറ്റിൻ്റെ ഉള്ളിലൂടെയാണ് വരുന്നത്. സിറ്റി ടച്ച് ചെയ്ത് ഒരിടത്തും വരുന്നില്ല. അപ്പോൾ സിറ്റിയിലൊക്കെ ആണെങ്കിൽ പല ഓപ്ഷൻസ് ഉണ്ടാവും. ഒരു മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് ഉണ്ടാവും, അവിടെ ചൈനീസ് ഡിഷസ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ പലതും ഉണ്ടാവും. പക്ഷേ ഇത് അങ്ങനെയില്ല, ഇത് ഫുൾ ദാബയാണ്. അപ്പോൾ അവരുടെ ഒരു പർട്ടിക്കുലർ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കുറച്ച് കറികളും റൊട്ടിയും അങ്ങനെയുള്ള റൈസും മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഒരുപാട് ഹെവി ആക്കാണ്ട് നോൺ വെജ് അല്ലാത്ത കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലും കുറേശ്ശെ വാങ്ങി കഴിക്കാമെന്ന് കരുതി. അപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ടൊമാറ്റോ റൈസ്, ആ റൈസ്, ഈ റൈസ്, പിന്നെ റൊട്ടി, പിന്നെ ഡാൽ കറി, മറ്റേ കറി, ഈ കറി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കറികളൊന്നും ഓർഡർ ചെയ്തില്ല. ഞാനൊരു ടൊമാറ്റോ റൈസും ഏട്ടന് 2 റൊട്ടിയും അതിൻ്റെ കൂടെ തൈരും കുറച്ച് സവോളയും വാങ്ങിച്ചിട്ടോ, ധാരാളം. ടൊമാറ്റോ റൈസ് നല്ലതായിരുന്നു, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. റൊട്ടിയും നല്ല സോഫ്റ്റ് റൊട്ടിയായിരുന്നു കേട്ടോ. പിന്നെ തൈരൊക്കെ വാങ്ങിയത് കൊണ്ട് അവർ അതിശയിക്കുന്നു കേട്ടോ. നമ്മൾ റൊട്ടിയും തൈരും ഒക്കെ എന്ത് കോമ്പിനേഷനാണെന്ന് ഇങ്ങനെ ചോദിക്കുന്നത്. വേറെ കറി വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ അവസ്ഥ നമുക്കല്ലേ അറിയാമോ. ഒരിക്കൽ പോയി നന്നായിട്ട് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് അത് വേണ്ട എന്ന് തീരുമാനിച്ചത്. നമുക്ക് പറ്റത്തില്ല, അവരുടെ ഫുഡ് ഒട്ടും പറ്റാത്തത് കൊണ്ട് മാത്രമാണ്. ആ ഓയിലൊന്നും നമുക്കവർ നിറയെ ഓയിലൊക്കെ ഒഴിച്ചാണ് കുക്ക് ചെയ്യുന്നത്, അപ്പോൾ അത് പറ്റത്തില്ല. പക്ഷേ ടൊമാറ്റോ റൈസ് നല്ലതായിരുന്നു കേട്ടോ. ഞാൻ നോർത്തിലേക്കൊക്കെ വന്നിട്ട് അധികം ഇത്രയും നല്ല ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല, വയറിനൊന്നും തൽക്കാലം ഒരു പ്രശ്നമില്ല. പിന്നെ പക്കാ നോർത്തിൽ വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇതിപ്പോൾ ആന്ധ്ര കഴിഞ്ഞിട്ടേ ഉള്ളൂ, നോർത്തിലേക്ക് ഇനി അധികം കയറി വന്നിട്ടില്ല, കയറുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം വലിയ കുഴപ്പമില്ലാത്ത ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിറയെ ടൊമാറ്റോ റൈസ് എന്ന് പറയുമ്പോൾ ടൊമാറ്റോ ആയിരിക്കുമല്ലോ, നിറയെ ടൊമാറ്റോ ഇട്ടിട്ട് തന്നു. ടൊമാറ്റോ എല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ റൈസ് മാത്രമാണ് കഴിച്ചത്. തൈര് നമ്മുടെ സാധാ കവർ തൈരായിട്ടാണ് എനിക്ക് തോന്നിയത്. അവരുണ്ടാക്കുന്ന തൈരല്ല, കവറിലെ തൈര് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. പക്ഷെ കുഴപ്പമില്ല, മറ്റുള്ള കറികളെ അപേക്ഷിച്ച് നല്ലതായിരുന്നു തൈര്. അങ്ങനെ തൈരും സവോളയും നാരങ്ങയും മുളകും ഒക്കെ കൊണ്ട് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ സവോളയും ഇതൊക്കെ വെച്ച് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നാരങ്ങ ഞാൻ പറഞ്ഞു, ഞാൻ നാരങ്ങ പിഴിയാട്ടോ. അവരോട് കുറച്ച് പഞ്ചസാര ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ഇത് വേദയുടെ ടെക്നിക്കാട്ടോ. ഇങ്ങനെ കൊണ്ടുവരുന്ന നാരങ്ങ വേദ പിഴിഞ്ഞിട്ട് ലൈം ജ്യൂസായിട്ട് കുടിക്കും. കുറച്ച് ഷുഗർ ഉണ്ടോ എന്ന് വെച്ചപ്പോൾ ഒരു ഷുഗർ തന്നു. വെള്ളം നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടല്ലോ, 2 ഗ്ലാസ് കൂടെ വാങ്ങിയിട്ട് അങ്ങോട്ട് ഒഴിച്ച് ഇങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലൊരു ലൈം ജ്യൂസ് കിട്ടി. നാരങ്ങ അത്യാവശ്യം വലിപ്പമുള്ള 2 കുഞ്ഞു പീസായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് നല്ല ജ്യൂസ്, ലൈമിൻ്റെ ജ്യൂസ് കിട്ടിയായിരുന്നു. അതുകൊണ്ട് നാരങ്ങ വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റും കിട്ടിയായിരുന്നു കേട്ടോ. എന്തായാലും അത് കലക്കിയ ആ ഒരു ഐഡിയ, അത് വേദയുടെ ഐഡിയയാണ്. വേദ ഇങ്ങനെ കഴിഞ്ഞിട്ട് പോയപ്പോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഐഡിയ ആ ഒരു ടെക്നിക്ക് ഇപ്പോൾ ഞാനിത് ഇറക്കി. എന്തായാലും നാരങ്ങ വെള്ളം കൊള്ളായിരുന്നു. ഇപ്രാവശ്യം സാലഡിനൊപ്പം റാഡിഷ് ഒന്നും കണ്ടില്ല കേട്ടോ. അല്ലെങ്കിൽ കഴിഞ്ഞതിന് എല്ലാവരും റാഡിഷും കൊണ്ടുവയ്ക്കുന്നുണ്ടാവും. ഇനി റാഡിഷിൻ്റെ സീസൺ കഴിഞ്ഞിട്ടാണോ അത് പക്കാ നോർത്തിലേക്ക് എത്താത്തത് കൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല. റാഡിഷൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും ലസ്സി വാങ്ങി കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പൊതുവേ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഈ ലസ്സി. പക്ഷേ കഴിഞ്ഞിട്ട് നമ്മൾ യു പിയിൽ പോയപ്പോൾ, നമ്മുടെ ജന്മഭൂമി, കൃഷ്ണൻ്റെ ജന്മഭൂമിയിൽ പോയപ്പോൾ നല്ല കിട്ടില്ല ലസ്സി കുടിച്ചു കേട്ടോ. ആ ഒരു ടേസ്റ്റിൽ ഞാനും പറഞ്ഞ ഒരു ലസ്സി, ഞാനും ഏട്ടനും കൂടി ഒരു ലസ്സിക്ക് പറഞ്ഞായിരുന്നു. യു പിയിൽ ശ്രീകൃഷ്ണ ജന്മഭൂമിയിൽ നമ്മൾ കഴിച്ചിട്ടുള്ള ആ ലസ്സിയുടെ അത്രയും ടേസ്റ്റ് ഒത്തിട്ടില്ല എങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ലസ്സിയെ കാട്ടി നല്ല ടേസ്റ്റായിരുന്നു. നിറയെ മധുരമൊക്കെ ഇട്ട് നല്ല കട്ടിക്ക് കുറുകുറിയെന്ന് കൊണ്ടുവന്ന ലസ്സി തന്നായിരുന്നു കേട്ടോ. കഴിഞ്ഞതിന് ലസ്സി എനിക്ക് അവിടെ കുടിച്ചിട്ട് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ കഴിഞ്ഞതിന് ഈ തണുപ്പ് വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ അവിടെ അധികം ലസ്സി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ സമ്മർ സീസണായതുകൊണ്ട് നിറയെ ലസ്സിയൊക്കെ കുടിക്കാം, നല്ല ലസ്സീസ് കുടിക്കാം എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. ഇത് കുഴപ്പമില്ലായിരുന്നു കേട്ടോ.
എന്നിട്ട് കുറച്ച് വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യണ്ടായിരുന്നു. വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത ശേഷം ആണ് വീണ്ടും ഞങ്ങൾ യാത്രയെല്ലാം തിരിച്ചത്. എപ്പോഴും എല്ലാ സ്ഥലത്തുനിന്നും 2-3 ബോട്ടിൽ വെള്ളം വാങ്ങും. എന്നിട്ട് അവിടെ വെച്ച് മറന്നിട്ട് വരും കേട്ടോ. പിന്നെ പുറകെ അവർ നടന്ന് വിളിക്കണം അത് ചെന്ന് എടുക്കാനായിട്ട്. അങ്ങനെ ഇപ്രാവശ്യം ഞങ്ങൾ മറന്നപ്പോഴേക്കും അവർ വിളിച്ച് പറഞ്ഞു. അങ്ങനെ പിന്നെ പോയി എടുത്തു. ചിലയിടത്ത് വിളിച്ച് പറയത്തില്ല. നമ്മൾ പോയി കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഓർക്കുന്നത് അയ്യോ വെള്ളം എടുത്തില്ലല്ലോ എന്നുള്ളത്. ഇതവർ തിരിച്ച് നമ്മളെ വിളിച്ചിട്ടാണ് പോയി വെള്ളം എടുത്തിട്ട് വന്നത്. എന്നിട്ട് വീണ്ടും കുറേ ദൂരം യാത്ര സഞ്ചരിച്ചു. അപ്പോഴേക്കും വൈകുന്നേരമായി. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ല അത്രയും വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. കഴിഞ്ഞായിരുന്നു നോർത്തിൽ ഫസ്റ്റ് ടൈം പോകുന്നതിൻ്റെ ബൈ കാർ പോകുന്നതിൻ്റെ ഒരു സന്തോഷവും ഫുൾ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ പിന്നെ ഒരു പ്രാവശ്യം ഇപ്പോൾ പോയിട്ട് വന്നതല്ലേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് പോയിട്ട് വരുമ്പോഴല്ലേ നമ്മളിപ്പോൾ UP-യിലൊക്കെ പോയിട്ട് വരുന്നത്. അതുകൊണ്ട് അത്രയും വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് വീഡിയോയ്ക്ക് ലെങ്ത്ത് കുറവും. പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ജസ്റ്റ് നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. സെയിം റൂട്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ലെങ്ത്ത് കുറയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഏട്ടനെ വണ്ടിയുടെ ഗ്ലാസ് കഴുകിയിടുകയാണ്. ഇനി വൈകുന്നേരം ആയാൽ ഈ ഗ്ലാസ് ഒന്നും നന്നായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ പിന്നെ റോഡൊന്നും കാണാൻ പറ്റത്തില്ല. രാവിലെ ക്ലീൻ ചെയ്തതാണ്, പക്ഷെ അത് ശരിയായില്ല. ഇപ്പോൾ വീണ്ടും ഒന്നുകൂടെ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട് വെള്ളമെല്ലാം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും യാത്ര തിരിച്ചു. അവിടെ നിന്ന് ചായ കുടിക്കാമെന്ന് കരുതി. ചായ കുടിക്കാനുള്ള സമയമായി. ഉച്ചത്തെ ഫുഡ് നല്ല ഹെവി ഫുഡായിരുന്നു കേട്ടോ. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. കഴിച്ചു. വയറ് ഭയങ്കരമായിട്ട് ലസ്സിയും ലൈം ജ്യൂസും ഒക്കെ കുടിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഫുള്ളായിപ്പോയി. അപ്പോൾ പിന്നെ ചായ കുടിക്കണമെന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പമ്പിൽ നിർത്തിയപ്പോൾ അവിടെ ചായ കുടിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര പൊടി കേട്ടോ. പൊടി എന്ന് പറഞ്ഞാൽ ഭീകര പൊടി. അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു കുറച്ചുകൂടെ അങ്ങോട്ട് പോട്ടെ, നമുക്ക് പൊടിയൊക്കെ കുറഞ്ഞിട്ടുള്ള ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ നിർത്താമെന്ന് പറഞ്ഞു. കുറേ ദൂരം വന്നിട്ട് വേറൊരു സ്ഥലത്താണ് നിർത്തിയത്. ഏട്ടനും എനിക്കും അതെ ചായ കുടിക്കണമെന്നുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു ഏട്ടാ നമ്മൾ കഴിഞ്ഞതിന് വിൻ്ററിലല്ലേ വന്നത്, അപ്പോൾ ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള ചായയല്ലേ ഉണ്ടായിരുന്നത്, അത് വിൻ്റർ ആയതുകൊണ്ടാണ് ഇഞ്ചി ഇട്ട് ചായ തന്നതെന്നാണ് എല്ലാവരും കമൻറ്റ് ചെയ്തിരുന്നത്. നമുക്കല്ലാത്ത ചായ ഒന്ന് കുടിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിർത്തിയത് കേട്ടോ. പക്ഷെ സത്യമായിരുന്നു, തണുപ്പ് സമയം ഉണ്ടായിരുന്നു. അവർ ഇഞ്ചി ഇട്ട് എല്ലായിടത്തും ചായ തന്നത്. ഇപ്പോൾ തണുപ്പില്ലാത്തത് കൊണ്ട് ഇഞ്ചി ഒന്നും ഇടുന്നില്ല, നോർമൽ ചായയാണ് കിട്ടിയത്. അതുപോലെ പുറത്ത് ചെറിയ ചൂടൊക്കെ ഉണ്ട് കേട്ടോ. എങ്കിലും സഹിക്കാൻ പറ്റാവുന്ന ചൂടേ ഉള്ളൂ, അധികം ചൂടില്ല. കറക്റ്റ് പക്കാ വെയിൽ സമയത്ത് നമ്മൾ ഇറങ്ങിയില്ല. ഈ ഒരു വൈകുന്നേര സമയമൊക്കെ ചെറിയൊരു ചൂടുണ്ട്, കുഴപ്പമില്ല, നമുക്ക് നിൽക്കാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ. തണുത്തൊരു കാറ്റൊക്കെ ഉണ്ട്. അങ്ങനെ ചായ വന്നു കേട്ടോ. കുഞ്ഞ് ഗ്ലാസ്സിൽ നമുക്ക് ചായ കിട്ടിയിട്ടുണ്ട്. നല്ല ചായ ആയിരുന്നു, എനിക്കിഷ്ടമായി. നല്ല കുറുകുറ പാലിലൊക്കെ ഇട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇഞ്ചിയൊന്നും ഇല്ലാണ്ട് നല്ല കിടിലം ടേസ്റ്റുള്ള ഒരു ചായ കിട്ടി. കിടിലം ടേസ്റ്റ് മീൻസ് നല്ലൊരു ചായ ആയിരുന്നു. ഇഞ്ചിയൊന്നും ഇടാണ്ട് നോർത്തിലെ ചായ നല്ല ചായ കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ക്വാണ്ടിറ്റി കുറവ്, അത്രയേ ഉള്ളൂ. അങ്ങനെ ചായ എല്ലാം കുടിച്ചു. ഒരു കവിളിനെ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ കുടിച്ചിട്ട് വീണ്ടും യാത്ര തിരിച്ചു. വൈകുന്നേരം ആയപ്പോൾ ഗൂഗിൾ അമ്മച്ചി നമുക്ക് മെസ്സേജ് തന്നു. ഭയങ്കര ബ്ലോക്കാണ്, റെഡ് കളറിൽ നീണ്ട ഒരു ബ്ലോക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. അതും ഈ വളവും ഘാട്ടെന്നെന്തോ പറയും, കയറ്റോ ഇറക്കോ അങ്ങനെ എന്തൊരു സംഭവമുണ്ട്. നിറയെ ലോറിക്കാരും. അതുപോലെ റോഡ് ഭയങ്കര തിരക്ക് കേട്ടോ. ഫുൾ മഹാരാഷ്ട്ര വണ്ടി, കർണാടക വണ്ടിയൊക്കെയാണ്. കേരള വണ്ടീസും 2-3 നമ്മൾ കണ്ടായിരുന്നു. നിറയെ ലഗേജുമായിട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവരെല്ലാവരും കുംഭമേളയ്ക്ക് പോകുന്നവരാണെന്ന്. അപ്പോൾ നല്ല ബ്ലോക്ക് റോഡിലുണ്ട്. ഇത് മറ്റേ ഘാട്ട് എന്ന് പറഞ്ഞുള്ള സ്ഥലമാണ്. ലോറിക്കാരും ചേട്ടന്മാരും ഇഷ്ടം പോലെ ഉണ്ട്. അവരും ഇതുവഴി പോകുമ്പോൾ അവർ പോകുമ്പോഴേ പതിയെ പോകത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ പിറകെ നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോഴും മെസ്സേജ് വന്നത് അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നു, അതിൻ്റെ ബ്ലോക്ക് എന്നാണ് കണ്ടത്. കുറേ ദൂരം ഇങ്ങനെ ചവിട്ടിപ്പിടിച്ചൊക്കെ നിന്നപ്പോഴേക്കും ഇതേ ആക്സിഡൻറ്റ് നടന്ന ആ വണ്ടി ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. ഒരു വലിയൊരു ലോറി. എൻ്റെ അമ്മ, അതിലുള്ളവർക്ക് എന്തെങ്കിലും ആപത്തുണ്ടായോ എന്താണോ, കൂടെ വേറെ വണ്ടികളുണ്ടായിരുന്നോ ഒന്നും അറിയാൻ പാടില്ല. വലിയൊരു അപകടം സംഭവിച്ചിരിക്കുകയാണ്. അതിൻ്റെ ബ്ലോക്കാണ് കേട്ടോ. അങ്ങോട്ടേക്കൊക്കെ വരുമ്പോൾ ഈ ഹൈവേയിൽ ഇങ്ങനെ ഇടിച്ച് കിടക്കുന്ന പപ്പടം പോലെ പൊടിഞ്ഞ് കിടക്കുന്നതൊക്കെ വണ്ടികൾ നിറയെ ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി എന്തോ സംഭവിച്ചാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ബ്ലോക്കായിരുന്നു. കുറേ സമയം ബ്ലോക്കെല്ലാം കഴിഞ്ഞ് വീണ്ടും യാത്ര തിരിച്ചു. അപ്പോഴേക്കും അടുത്തിന് നമ്മുടെ ഹോട്ടൽ ഹണ്ടിങ് ആണ്. ആദ്യം ഒരു ഹോട്ടലിൽ കയറി, അവിടെ റൂമില്ല. അടുത്ത് വീണ്ടും ഒരു ഹോട്ടലിൽ കയറി, റൂമില്ല. സിയോണി എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് നമ്മൾ റൂം എടുക്കാൻ പ്ലാൻ ചെയ്തത്. അത് കഴിഞ്ഞ് അടുത്തൊരു സ്ഥലത്ത് റൂം നോക്കി, അവിടെ ഇല്ല. അങ്ങനെ കുറേ സ്ഥലങ്ങൾ നോക്കി. കുറേ സ്ഥലങ്ങൾ ഞാൻ വീഡിയോ എടുത്തു, കുറേ സ്ഥലങ്ങൾ ഞാൻ വീഡിയോ എടുത്തില്ല. ഓൺലൈൻ നോക്കുമ്പോഴും ഏതെങ്കിലും റൂം മതി എന്നുള്ള രീതിയിൽ ഓൺലൈൻ നോക്കുമ്പോഴും ഒരിടത്തും റൂം കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഹോട്ടൽ ഹണ്ടിങ് നടക്കുകയാണ്. അവസാനം ഏതോ ഒരു ഗോഡൗണിൽ ഞങ്ങൾക്കൊരു റൂം കിട്ടി കേട്ടോ. അത്രയിലും കിട്ടിയത് ഭാഗ്യമെന്ന് കരുതി. റൂം കണ്ടപ്പോൾ 2 സിംഗിൾ ബെഡ്, AC ഒന്നുമില്ല. പക്ഷേ വൈകുന്നേരം നല്ല തണുപ്പുണ്ട് കേട്ടോ. മീൻസ് അത്യാവശ്യം ചെറിയ തണുപ്പുണ്ട്. നമുക്കിപ്പോൾ ഫാനൊക്കെ വേണമെന്ന് തന്നെ ഇല്ല. അതുകൊണ്ട് AC ഇല്ലാത്തതിൽ ബുദ്ധിമുട്ടില്ല. പിന്നെ ഇത്രയും അന്വേഷണം നടന്നതിൽ ഈ ഒരു റൂം കിട്ടിയതിലും വളരെ സന്തോഷമുണ്ട്.
അപ്പോൾ അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് കുംഭമേളയുടെ തിരക്കാണ്, നാളെ സൺഡേയും കൂടിയാണ്, അതിൻ്റെ ഒരു തിരക്കാണ്, അതുകൊണ്ടാണ് റൂം അവൈലബിൾ അല്ലാത്ത ഒരിടത്തും ഇല്ലാത്തതെന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടിയതാവട്ടെ എന്ന് കരുതി, ഒരു രാത്രി കിടക്കാനല്ലേ, വേദന ഇല്ലല്ലോ, അതുകൊണ്ട് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ കുഴപ്പമില്ല കേട്ടോ, 2 ബെഡ് കിട്ടി. ടോയ്ലറ്റൊന്നും ഒട്ടും നീറ്റല്ല, എങ്കിലും കുഴപ്പമില്ല, നമുക്ക് സഹിച്ചല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ആ ഒരു റൂമെല്ലാം എടുത്തു. ഇവിടെ വേറെ നല്ല റൂംസ് ഉണ്ട്, പക്ഷേ ഒന്നും അവൈലബിൾ അല്ല, എല്ലാം ബുക്കിംഗ് ആണ്. അവിടെ ഉള്ളതിലേറ്റവും ലോക്കൽ റൂം ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. എന്നിട്ട് ഫുഡ് കഴിക്കാൻ ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് ഫ്രൂട്ട്സ് വാങ്ങാമെന്ന് കരുതി തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, ആപ്പിളും പഴവും ഒക്കെ വാങ്ങിയായിരുന്നേ. 8 മണിയായപ്പോൾ സിയോണിയിൽ കയറിയതാണ്, 9 മണിയായി റൂം കിട്ടാനായിട്ട്. ഇനി സിയോണിയിൽ ഞങ്ങൾ പോവാത്ത ഹോട്ടൽ റൂംസ് വേറെ ഉണ്ടാവത്തില്ല, അത്രയും ഫുൾ കറങ്ങിയിട്ടാണ് അവസാനം തിരിച്ച് നമ്മൾ വീണ്ടും ഹൈവേ കയറി പോകുന്നിടത്തോളം പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു ഹോട്ടൽ കണ്ടത്. ഗൂഗിളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു റൂം കിട്ടിയത്. എന്തായാലും അതൊരു നല്ല കാര്യമായിരുന്നു. എന്നിട്ട് രാത്രി വന്ന പാടെ ഫുഡ് ഞാനൊന്നും കഴിക്കാൻ നിന്നില്ല, ഏട്ടനൊരു പഴമെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. ബാക്കി ഇന്നത്തെ വിശേഷം പുറകെ വരും, എന്തുകൊണ്ട് നമ്മൾ അവിടെ എത്തുമേ.